നമസ്കാരം. 140 ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംവിധായകൻ രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ച് കോടതി. ഡെലിവറി തൊഴിലാളികളുടെ ആനുകൂല്യങ്ങളും സുരക്ഷയും മെച്ചപ്പെടുത്തുന്നതിനായി സമഗ്രമായ സാമൂഹിക സുരക്ഷാ പദ്ധതി കൊണ്ടുവരുമെന്ന് UDF. പൂന്തോപ്പ് സെമിത്തേരിയിലെത്തി ലഹരി ഉപയോഗിച്ച സംഭവം. നാടുവിട്ട നാലാമനും പിടിയിൽ. റോഡരികിൽ നെല്ലുണക്കാനിട്ട കർഷകരെ ഭീഷണിപ്പെടുത്തി മോട്ടോർ വകുപ്പ് ഉദ്യോഗസ്ഥൻ. ടോൾ നിരക്ക് വർദ്ധിപ്പിച്ച് ദേശീയപാത അതോറിറ്റി. വാർത്തകൾ വിശദമായി. സംവിധായകൻ രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ച് കോടതി. പീഡന പരാതി വ്യാജമാണെന്നാണ് രഞ്ജിത്ത് പറയുന്നത്. പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നും ജാമ്യാപേക്ഷയിൽ അദ്ദേഹം ആരോപിച്ചു. തനിക്ക് ഒട്ടേറെ ശത്രുക്കളുണ്ടെന്നും പരാതിക്കാരി എന്തുകൊണ്ട് ICCക്ക് മുന്നിൽ പരാതി നൽകിയില്ലെന്നും രഞ്ജിത്ത് ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാണിച്ചു. തന്റെ ആരോഗ്യസ്ഥിതി മോശമാണ്, മാത്രമല്ല ബലപ്രയോഗം നടത്താനായുള്ള ശാരീരിക കരുത്തില്ലെന്നും രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷയിൽ പറയുന്നു. അതുകൊണ്ട് തന്നെ ജാമ്യം നൽകണമെന്നും അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുമെന്നും രഞ്ജിത്ത് ജാമ്യാപേക്ഷയിൽ പറയുന്നു. ഡെലിവറി തൊഴിലാളികളുടെ ആനുകൂല്യങ്ങളും സുരക്ഷയും മെച്ചപ്പെടുത്തുന്നതിനായി സമഗ്രമായ സാമൂഹിക സുരക്ഷാ പദ്ധതി കൊണ്ടുവരുമെന്ന് UDF വാഗ്ദാനം. തൊഴിലാളി നീതിയിലും അസംഘടിത മേഖല സംരക്ഷണത്തിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി. ഗിഗ് തൊഴിലാളികൾക്ക് നിയമപരമായ സംരക്ഷണം ഉറപ്പാക്കുന്നതിന് തെലങ്കാന മോഡലിൽ പദ്ധതി കൊണ്ടുവരുമെന്നാണ് UDF വാഗ്ദാനം നൽകുന്നത്. തെലങ്കാന സർക്കാർ 2026 കൊണ്ടുവന്ന ബിൽ വലിയ ശ്രദ്ധ നേടിയിരുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് അധികാരത്തിലേറിയാൽ തെലങ്കാന മോഡലിൽ കേരളത്തിലെ ഗിഗ് തൊഴിലാളികൾക്ക് സംരക്ഷണമൊരുക്കുമെന്നാണ് UDF വാഗ്ദാനം ചെയ്യുന്നത്. ആലപ്പുഴ വലിയമരം വാർഡിൽ അപ്പു മൻസിലിൻ നഹർഷാദനുവുമാണ് പിടിയിലായത്. സംഭവത്തിൽ സഞ്ജയ് സത്യൻ, സച്ചിൻ സത്യൻ, അൻസിൽ എന്നിവരെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. നാലാമൻ ഇത്രയും ദിവസം ഒളിവിൽ കഴിയുകയായിരുന്നു. SHO അരുൺ MJയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്നലെ അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. കേസുമായി ബന്ധപ്പെട്ട് മറ്റു 3 പേർ നിലവിൽ റിമാൻഡിലാണ്. ഇതോടെ കേസിലെ മുഴുവൻ പ്രതികളും പിടിയിലായി. പള്ളി അധികാരികളുടെ പരാതിയിൽ നോർത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് CCTV ക്യാമറകൾ ഉൾപ്പെടെ പരിശോധിച്ചാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത്. റോഡരികിൽ നെല്ല് ഉണക്കാനിട്ട കർഷകരെ ഭീഷണിപ്പെടുത്തി മോട്ടോർ വകുപ്പ് ഉദ്യോഗസ്ഥൻ. പാലക്കാടാണ് സംഭവം. നെല്ല് നീക്കിയില്ലെങ്കിൽ ഫയർഫോഴ്സിനെ വിളിച്ച് വെള്ളം ഒഴിക്കുമെന്നായിരുന്നു ഉദ്യോഗസ്ഥന്റെ ഭീഷണി. നെല്ലുണക്കാൻ സ്ഥലമില്ലാത്ത കർഷകരാണ് റോഡരികിൽ നെല്ല് സൂക്ഷിക്കാറുള്ളത്. ഇങ്ങനെ നെല്ലുണക്കാനിട്ട സമയത്തായിരുന്നു ഉദ്യോഗസ്ഥന്റെ ഭീഷണി. ഒരു കർഷകനാണ് സംഭവത്തിൽ പോലീസിന് പരാതി നൽകിയത്. നെല്ലെടുക്കാൻ മില്ലുകാർ എത്താത്തതിനാൽ കർഷകർ ദുരിതത്തിലാണ്. ടോൾ നിരക്ക് വർദ്ധിപ്പിച്ച് ദേശീയപാത അതോറിറ്റി. ഏപ്രിൽ 1 മുതൽ രാജ്യത്തെ പ്രധാന പാതകളിലെ ടോൾ നിരക്കുകളിലാണ് വലിയ രീതിയിലെ മാറ്റം വരുന്നത്. 3% മുതൽ 5% വരെയാണ് ടോൾ നിരക്കുകളിൽ വർധന പ്രഖ്യാപിച്ചിട്ടുള്ളത്. ബാംഗ്ലൂർ ചെന്നൈ എക്സ്പ്രസ് വേ, കർണാടകയിലെ ഹൊസക്കോട്ട KGF പാത, ദാബസ്പേട്ട് ഹൊസക്കോട്ടെ സാറ്റലൈറ്റ് ടൗൺ റിംഗ് റോഡ്, ബാംഗ്ലൂർ മൈസൂർ എക്സ്പ്രസ് വേ, കനകപുര റോഡ്, കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കുള്ള ബല്ലാരി റോഡ് തുടങ്ങിയ പാതകളിലെല്ലാം പുതിയ നിരക്കുകൾ ബാധകമാണ്.